ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഒരു മാസത്തിന് ശേഷമാണ് ഞാനിപ്പം വീഡിയോയുമായിട്ട് പുറത്ത് വന്നിരിക്കുന്നത്. കുറേയായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, പക്ഷേ സമയം കാര്യങ്ങളൊക്കെ ഇല്ലായ്മ കൊണ്ടാണ് ചെയ്യാഞ്ഞത്. പിന്നെ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു സ്ട്രെയിറ്റ് ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന്. അപ്പം ഞാൻ ഓർത്ത് ഈ ഒരു ടോപ്പ് എൻ്റെ ബോട്ടം ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇട്ടേക്കാം എന്നോർത്ത് ഞാൻ ഇത് എടുത്ത് വെച്ചിട്ട് തന്നെ കുറച്ചായി. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുകയാണ്. പിന്നെ ഞാൻ ഈ ബോട്ടത്തിൻ്റെ അടിയിലായിട്ട് പടി വെച്ച് കൊടുത്തിട്ടില്ല, ജസ്റ്റ് മടക്കി അടിക്കുന്നതേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പടി വെച്ച് തയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണേലും ചെയ്യാം. ഞാൻ ചെയ്തിരിക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഇനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ടോപ്പും ബോട്ടം എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ പ്ലെയിൻ കളറിലെ ഒരു സിൽക്കിൻ്റെ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. എന്ന് പറഞ്ഞാൽ കട്ടിയൊന്നുമില്ല, തീരെ നൈസായിട്ടുള്ള ഒരു മെറ്റീരിയലായിരുന്നു. അതിനകത്ത് ഞാൻ ഇതേപോലെ 4ആയിട്ട് ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് പരാഗിയിൽ നിന്ന് വാങ്ങിച്ച മെറ്റീരിയലായിരുന്നു കേട്ടോ. മീറ്ററിനും കണ്ട് ടോപ്പിന് 300 സംതിങ്ങും, പാൻറ്റിന് എനിക്ക് തോന്നുന്നു 100 എങ്ങാണ്ട് വരുന്നു. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. അപ്പോൾ 4ആയിട്ട് നമ്മുടെ മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ 1 ഇഞ്ച് ആദ്യമേ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങ് താഴെ വരെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തയ്യൽ തുമ്പായിട്ടാണ് ഞാൻ ആ 1 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഈ 1 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള മാർക്കിങ് ഫുള്ള് വരുന്നത്. അതായത് നമ്മുടെ ബാക്കി മെഷർമെൻറ്റ് ഫുള്ള് കൊടുക്കുന്ന ആ 1 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് കൊടുക്കുന്നത്. എൻ്റെ ഹിപ്പിൻ്റെ അവിടുത്തെ സൈസ് എന്ന് പറയുന്നത് 35 ആയിരുന്നു. അപ്പോൾ ഞാൻ 35-ന് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിന് മുൻപായി നമ്മുടെ ഇലാസ്റ്റിക് കൊടുക്കാനുള്ള ആ ഒരു ബെൽറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനപ്പോൾ അത് 2 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു 2.5 ഇഞ്ചെങ്കിലും മാർക്ക് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലാസ്റ്റിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇച്ചിരി വീതിയുള്ള ഇലാസ്റ്റിക്, അതായത് 1 ഇഞ്ചിൻ്റെ അല്ല 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇലാസ്റ്റിക് കയറാനായിട്ട് പ്രയാസം വരും. അതുകൊണ്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ബാക്കി കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ആദ്യമേ 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഹിപ്പിൻ്റെ സൈസ് ഞാൻ 11 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 11 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് താഴോട്ട് 12.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മുടെ ക്രോച്ച് വരുന്നത്. ഈ 12.5 ഇഞ്ചിൻ്റെ അവിടെയാണ് ക്രോച്ച് വരുന്നത്. ഇത് ഒരു മീഡിയം ലാർജ് സൈസുകാർക്കൊക്കെ ഈ ഒരു മെഷർമെൻറ്റ് ഓക്കെ ആയിരിക്കും. അതിനുശേഷം ഞാൻ ആ ഒരു 12.5 ഇഞ്ചിൻ്റെ അവിടുന്ന് ഒരു 2 ഇഞ്ചും കൂടെ ഇപ്പുറത്തോട്ട് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലോ സൈഡിൽ, അതിൻ്റെ അവിടുന്ന് മറ്റേ ആ ഒരു 12.5 ഇഞ്ചിൻ്റെ അവിടുന്ന് ഒരു 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ വരുമ്പോഴത്തേക്കിന് ഒരു 13.5 ഇഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കണം. 13.5 ഇഞ്ച് നമുക്ക് അവിടെ കറക്റ്റ് കിട്ടണം. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കേർവായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എന്തോരം ലെങ്ത് ആണ് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇലാസ്റ്റിക്കിന് വേണ്ടി നമ്മുടെ ബെൽറ്റിന് വേണ്ടി മാർക്ക് ചെയ്തിരിക്കുന്ന ആ 2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് ഞാൻ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇല്ല, ആ 2 ഇഞ്ചിൻ്റെ താഴേന്ന് വേണമെങ്കിലും മാർക്ക് ചെയ്താൽ മതി ലെങ്ത്. അതിനുശേഷം നമ്മൾ ലെങ്തിൻ്റെ അവിടെ നിന്ന് എത്രയായിരുന്നു വേണ്ടത്, ലെങ്ത് എത്രയാണ് വേണ്ടത്, അതിൻ്റെ അവിടെ ഒരു 7 ഇഞ്ചാണ് അതിൻ്റെ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ മാർക്കിങ് എത്രയൊക്കെയാണെന്ന് പറയുന്നുണ്ട്, പിന്നെ എവിടേക്കാണെന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അതിനുശേഷം നമ്മൾ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ലെങ്ത് എന്തോരമായിരുന്നു എടുത്തിരുന്നത് അവിടെ വരെയായിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ ഇനിയും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പിന്നെ ഇതിനൊരു പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. എനിക്ക് പോക്കറ്റും കൂടെ അത്യാവശ്യമായ ഒരു ഘടകമായതുകൊണ്ട് തന്നെ ഞാൻ പോക്കറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു പടി കൊടുക്കുന്നില്ല എന്ന്. പടി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെങ്ത്തിൻ്റെ അവിടെ ഒരു ചെറിയൊരു പടിയായിട്ട് സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് അത്രയും മെനക്കിടുന്നതിൻ്റെ അല്ല, എനിക്ക് ഈ പടി കൊടുക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പടി കൊടുക്കാതെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ 1 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ തയ്യൽ തുമ്പായിട്ട്, അതിൻ്റെ അവിടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ആ 1 ഇഞ്ചല്ല വെച്ച് കട്ട് ചെയ്യുന്നത്, അല്ലാതെ ഓരോ പാർട്ടായിട്ടായിട്ട് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പോക്കറ്റിന് വേണ്ടി ഞാൻ ഇത്ര സൈസൊന്നുമില്ല, ഇതൊരു ഇച്ചിരി വലുപ്പമുള്ള രീതിയിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഒരു ബോക്സ് എന്ന രീതിയിലായിട്ടാണ് കട്ട് ചെയ്തത്. സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മെറ്റീരിയൽ, ഇതിൻ്റെ തന്നെ മെറ്റീരിയൽ. അതിനുശേഷം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യമേ നമുക്ക് ഈ ക്രോച്ചിൻ്റെ പോർഷനാണ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ രണ്ട് പീസ് എടുത്തിട്ട് തന്നെ ഇതുപോലെ ക്രോച്ചിൻ്റെ പോർഷന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കി 2 പീസും എടുത്തിട്ട് അതിൻ്റെയും ക്രോച്ചിൻ്റെ സൈഡ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടുണ്ടായല്ലോ എന്ന് ഓർത്ത് ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം. ഇപ്പം ഒന്നാമത്തെ കാര്യം, ഞാൻ കുറേ ആയി വീഡിയോ ചെയ്തിട്ട് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് നേരിടുന്നുണ്ട്. പറയാനായിട്ട് സത്യം പറഞ്ഞാൽ കിട്ടുന്നുമില്ല. അപ്പോൾ എന്തായാലും മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ക്രോച്ചിൻ്റെ പോർഷൻ തേണ്ട ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കാലിൻ്റെയും ക്രോച്ചിൻ്റെ പോർഷൻ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ പാൻറ്റിൻ്റെ ബെൽറ്റിൻ്റെ പോർഷൻ നമ്മൾ ഓൾറെഡി 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ടോട്ടൽ 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടി ഞാൻ 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ 6 ഇഞ്ച് 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് താഴോട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴോട്ട് പിന്നെ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ഒന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ 1/2 ഇഞ്ച് തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ പാൻറ്റിൻ്റെ ആ ഒരു ക്ലോത്തെ തന്നെ ഇങ്ങനെ വരച്ച് മെഷർമെൻ്റ് എടുത്ത് കാണിച്ചതേ ഉള്ളൂ. ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ പോക്കറ്റിന് വേണ്ടി കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ ഒരു മെറ്റീരിയലിൽ ഇതേ മെഷർമെൻറ്റിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കറക്റ്റ് നമ്മുടെ ആ ഒരു 6 ഇഞ്ചിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് 6 ഇഞ്ചിൻ്റെ എൻഡിങ് വരെയുള്ള അതൊന്ന് മാർക്ക് ചെയ്ത് ആ 1/2 ഇഞ്ചും കൂടെ ചേർത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സ്ക്വയർ ആയിട്ടുള്ള പോക്കറ്റാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചില പോക്കറ്റുകളുണ്ടല്ലോ ഒരു കോർണറിൻ്റെ അവിടെ ഇങ്ങനെ കേർവ് ഷേപ്പ് വരുന്നത്. എനിക്ക് ഇങ്ങനെ കേർവ് ഷേപ്പിനേക്കാൾ താല്പര്യം സ്ക്വയർ ആയതുകൊണ്ട് ഞാൻ സ്ക്വയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേർവ് ഷേപ്പ് ആക്കാം. ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേർവായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ 3 ഇഞ്ചിൻ്റെ അവിടെ ആണ് നമ്മുടെ ഈ പോക്കറ്റിനുള്ള മെറ്റീരിയൽ ആദ്യമേ വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 1/2 ഇഞ്ച് താഴോട്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 6 ഇഞ്ചിൻ്റെ അത്രയും പോർഷന് ആ ഒരു നമ്മൾ 1/2 ഇഞ്ചും 6 ഇഞ്ചും ചേർത്ത് ഇങ്ങനെ ഒന്ന് ഒരു ചെറിയൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ എടുത്തായിരുന്നു. അവിടെ നിന്ന് അതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇത് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഞാനതിപ്പോൾ ഒരു കാലിൽ ആ പോക്കറ്റിൻ്റെ ആ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള കാലയിൽ ഞാൻ ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ 3 ഇഞ്ചിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് 6 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1 ഇഞ്ചും കൂടെ താഴോട്ട് 6 ഇഞ്ച് വന്നതിന് ശേഷം 1 ഇഞ്ചും കൂടെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ 6 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ആ 6 ഇഞ്ചിൻ്റെ അനുസരിച്ച് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മറ്റേ കാലയിൽ ഓൾറെഡി നമ്മുടെ പോക്കറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതെന്നേരപ്പോൾ ആ പാൻറ്റിൻ്റെ നല്ല സൈഡും നമ്മുടെ ഇപ്പോൾ ഇനി പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന അതിൻ്റെ നല്ല സൈഡും തമ്മിൽ നേരെ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ 3 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഒരു 6 ഇഞ്ചെല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 3 ഇഞ്ചിൻ്റെ അവിടെ വരണം പോക്കറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയലിൻ്റെ സ്റ്റാർട്ടിങ് വരാനായിട്ട്. അതിന് ശേഷം കറക്റ്റ് 6 ഇഞ്ച് ഇതേപോലെ നമ്മൾ ആ ഒരു മെയിൻ ക്ലോത്തെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ വെക്കുമ്പോഴത്തേക്കിന് നമ്മുടെ കറക്റ്റ് ആ 3 ഇഞ്ചുണ്ടല്ലോ, 3 ഇഞ്ചിൻ്റെ അവിടെ വേണം ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരാൻ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് കാണുമ്പോൾ മനസ്സിലാവും. 2.5 ഇഞ്ചിൻ്റെ അവിടെ വേണം ആ ഒരു മെറ്റീരിയലിൻ്റെ സ്റ്റാർട്ടിങ് വരാനായിട്ട്. അവിടെ വെച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ 6 ഇഞ്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിലും എനിക്ക് തോന്നുന്നു വ്യക്തമാകുന്നത് ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഈ വീഡിയോ കണ്ടപ്പോഴാണെന്നാണ് എനിക്കും തോന്നുന്നത്. അതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതേപോലെ ഒരു കട്ടിങ് കൊടുക്കണം. മുകളിലും ഈ താഴെയും ഇതേപോലെ ഒന്ന് കട്ടിങ്ങും കൂടെ കൊടുക്കണം.
എന്നാലേ നമ്മുടെ പോക്കറ്റ് തിരിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടത്തുള്ളൂ. ഞാൻ ഈ പോക്കറ്റിൻ്റെത് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു പോക്കറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മുടെ മെറ്റീരിയലിനെ നേരെ വെളിയിലോട്ടാക്കുക. എന്നിട്ട് മെയിൻ ക്ലോത്ത്, അതായത് പാൻറ്റിൻ്റെ 2 സൈഡിൻ്റെ നല്ല സൈഡ് തമ്മിലൊന്ന് ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം ആദ്യമേ മുകൾ വശത്ത്, അതായത് നമ്മുടെ ആ ബെൽറ്റിൻ്റെ ആ സൈഡിൽ നിന്ന് നേരെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോക്കറ്റിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ മെറ്റീരിയലിൻ്റെ അവിടെ നമ്മളൊരു കട്ടിങ് കൊടുത്ത് ഇല്ലേ, 6 ഇഞ്ചിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കട്ടിങ്, ആ കട്ടിങ്ങിൻ്റെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ താഴ്വശവും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് താഴ്വശവും ആ പോക്കറ്റിൻ്റെ ആ ഒരു കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നാലും നല്ല നമ്മൾ പോക്കറ്റ് അകത്തോട്ട് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിന് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ നോക്കി വേണം ചെയ്യാനായിട്ട്. അതുപോലെ നമ്മുടെ പോക്കറ്റിൻ്റെയും അതുപോലെ മെയിൻ ക്ലോത്തും എല്ലാം കൂടെ ഒരുപോലെ കറക്റ്റായിട്ട് വെച്ച് വേണം നമ്മൾ താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ എല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. ഞാനിപ്പോൾ ആ പോക്കറ്റിൻ്റെ അത്രയും പോർഷൻ മാത്രമേ അടിച്ചെടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ പോക്കറ്റിൻ്റെ ഫുൾ, അതായത് 3 സൈഡും ഒന്ന് അടിച്ചെടുക്കും. 3 അല്ല, ഇപ്പം 2 സൈഡ് അടിച്ചാൽ മതി. മറ്റേ സൈഡ് ഞാൻ കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ 2 സൈഡും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. 2 or 3 സ്റ്റിച്ച് വേണേലും കൊടുക്കാം. ഫോണൊക്കെ ഇടുമ്പോൾ വെയിറ്റ് ഉള്ളത് കാരണം സ്റ്റിച്ച് പൊട്ടി ഫോൺ താഴെ പോകുകയൊന്നും ചെയ്ത്, അതുകൊണ്ട് 3 or 4 സ്റ്റിച്ച് വേണേലും കൊടുക്കുക. ഞാൻ അങ്ങനെ 2 സൈഡിലും തേണ്ടി ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു കോർണർ സൈഡ് ഉണ്ടല്ലോ, ഇവിടാണ് നമുക്ക് സ്ക്വയർ റൈറ്റുള്ള പോക്കറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനെ കേർവായിട്ട് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു സൈഡിലാണ്. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനിങ്ങനെ സ്ക്വയർ ആയിട്ടുള്ളതാണ് നോക്കിയത്. മെയിനായിട്ട് എളുപ്പപ്പണി അതൊക്കെയാണല്ലോ, അതുകൊണ്ടാണ് മെയിനായിട്ട് അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം തേണ്ടി ഇതിൻ്റെ താഴ്വശം ഞാനൊരു 3 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി താഴോട്ട് കാലിൻ്റെ ഫുള്ളായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. 2 സൈഡും ഇതേപോലെ തന്നെ, പോക്കറ്റുള്ള സൈഡും പോക്കറ്റ് ഇല്ലാത്ത സൈഡും ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു സൈഡ് പോർഷൻ വരുന്നില്ല അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് സ്റ്റിച്ചിങ് പരിപാടി എല്ലാം കഴിഞ്ഞ് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ പാൻറ്റിൻ്റെ ഈ സൈഡൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ എടുത്ത് അല്ലെങ്കിലും അയൺ ചെയ്യും, അങ്ങനെയല്ല, നമ്മുടെ ആ കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിങ്ങിനനുസരിച്ച് തന്നെ ഒന്ന് അയൺ ചെയ്ത് എടുക്കാനും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ 2 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്ത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇലാസ്റ്റിക് ഒരു ഇച്ചിരി വലുതായിരുന്നു, അതുകൊണ്ട് കയറാൻ നല്ല പ്രയാസമുണ്ടായിരുന്നു. അപ്പോൾ 2 ഇഞ്ച് വരുമ്പോഴത്തേക്കിനും 1 ഇഞ്ച് വെച്ചല്ലേ നമുക്ക് 2 സൈഡിലോട്ടും കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 2.5 ഇഞ്ചൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് നല്ല സ്മൂത്തായിട്ട് തന്നെ കയറിപ്പോക്കോളും. അപ്പോൾ ഞാൻ പിന്നെ ഇതഴിച്ച് ഞാൻ 2.5 ഇഞ്ച് ആക്കിയായിരുന്നു. ഓൾറെഡി പോക്കറ്റ് 3 ഇഞ്ചിൻ്റെ അവിടോട്ടാണ്, 3 ഇഞ്ച് വെച്ചുകൊണ്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ 2.5 ഇഞ്ച് ആക്കിയായിരുന്നു ബെൽറ്റിൻ്റെത്. അതിപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ എടുക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ അകത്ത് എല്ലാ അപാകതകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നെ ബെൽറ്റ് ഫുൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരു ഇച്ചിരി പോർഷൻ വിടാനായിട്ടും കൂടെ നോക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇലാസ്റ്റിക് കയറ്റണമല്ലോ, അതിന് വേണ്ടി. അത് കഴിഞ്ഞ് ഇലാസ്റ്റിക്കും കയറ്റിയതിന് ശേഷം വേണം ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു പോർഷൻ വിട്ടതിൻ്റെ ആയിരുന്നു മുമ്പ് ഞാൻ കാണിച്ചത്. അതിനുശേഷം നമ്മുടെ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് ബാക്കി താഴോട്ടുള്ള പോർഷനും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഏറ്റവും താഴ്വശത്ത് ഞാൻ പടി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് എനിക്ക് അടിച്ചെടുത്താൽ മതിയായിരുന്നു. പടി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പടി ഇതിൻ്റെ അകത്തൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യണം. ഞാൻ അതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജസ്റ്റ് ഒന്ന് മടക്കി എടുത്താൽ മതി. ചിലർക്ക് പടി ഉള്ളതാണ് ഇഷ്ടം, ചിലർക്ക് പടി ഇല്ലാത്തതാണ് ഇഷ്ടമൊന്നും പറയത്തില്ല. അതുപോലെ എനിക്ക് പടി ഇല്ലാത്തതാണ് കൂടുതലും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പടി വെച്ച് കൊടുക്കുന്നത്. പടി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്, പെർഫെക്റ്റായിട്ട് തന്നെ ഒന്നും കൂടെ നിൽക്കും. എനിവേ, എന്തായാലും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തെ ഡിപ്പെൻഡ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പടി കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് അടിച്ചാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഈ 2 കാലും ഒന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്.
അങ്ങനെ ഈ കാലുകളും കൂടെ ഒന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഏകദേശം പണി കഴിയുവാണ്. പിന്നെ നമ്മൾ പോക്കറ്റിൻ്റെത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അകത്തോട്ട് ആക്കി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് പതിച്ചടിക്കുന്ന കാര്യം കൂടെ ഓർത്തുവാണ് ഞാൻ ആ വീഡിയോ സത്യം പറഞ്ഞാൽ എടുക്കാൻ വിട്ടുപോയി. പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പതിച്ചടിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ പതിച്ചടിക്കുന്ന കാര്യം കൂടെ മറക്കരുത്. പതിച്ചടിച്ചാലേ കറക്റ്റ് ആ പോക്കറ്റ് നമ്മുടെ ആ സ്റ്റിച്ചിനനുസരിച്ച് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഞാൻ പോക്കറ്റ് വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയത് ഈ ഒരു രീതിയിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്തപ്പോഴായിരുന്നു എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയത്. അതിന് മുന്നേ ഒക്കെ ഞാൻ ചെയ്തപ്പോൾ എനിക്കും വലിയ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കും അങ്ങോട്ട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ മെയിനായിട്ട് ബോട്ടത്തിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ ബോട്ടം ചെയ്തപ്പോഴത്തേക്കിന് ഈ ഒരു രീതിയിൽ ഞാൻ പോക്കറ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ കൂടെ കാണിച്ചത്. പിന്നെ ഞാൻ ആ പറഞ്ഞത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ലായിരിക്കും പോക്കറ്റിനെ പറ്റി പറഞ്ഞത്. പക്ഷേ വീഡിയോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. എനിവേ എന്തായാലും ഞാൻ ഈ ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാതിരിക്കരുത്. എന്നാലല്ലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നാലല്ലേ അതിനനുസരിച്ച് നമുക്ക് പിന്നെയും ചേഞ്ചസുകളൊക്കെ വരുത്തിയാണേലും വീഡിയോ ചെയ്യുമ്പോൾ പറയാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ കുറേ ആയി വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ട് അതിൻ്റെതായ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ എൻ്റെ ഈ ഒരു മെഷീനെ പറ്റിയൊക്കെ ഒരു കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മെഷീൻ കണ്ടിട്ട് കൊള്ളത്തില്ല, ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ ഈ ഒരു പിന്നെ തടിയുടെ ആ ഒരു വർഷങ്ങളായതുകൊണ്ട് തന്നെ ഇത് കൊള്ളാതിരിക്കുകയായിരുന്നു. അപ്പം ഞാനതിൽ ഒരു വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ബോട്ടത്തിൻ്റെ താഴ്വശം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇലാസ്റ്റിക് ഞാൻ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇലാസ്റ്റിക്കിന് വേണ്ടി നമ്മൾ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വഴി ഇലാസ്റ്റിക് ഒന്ന് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇലാസ്റ്റിക് തമ്മിലൊന്ന് കൂട്ടിയൊന്ന് അടിച്ചെടുത്താലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇലാസ്റ്റിക് അടിക്കുമ്പോഴും കൂട്ടി അടിക്കുമ്പോൾ ഈ വളഞ്ഞ് കിടക്കുവാണോ അല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നേരെ വെച്ച് അടിച്ചു കൊടുക്കാനായിട്ട്. അത് നമ്മുടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ച് വേണം നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കാം. പിന്നെ ഹിപ്പിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കരുത് കേട്ടോ, ലൂസായി പോകും. അതുകൊണ്ട് ഇച്ചിരി കുറച്ച് രീതിയിൽ വേണം ഇലാസ്റ്റിക് എടുക്കാനായിട്ട്. അങ്ങനെ വേണ്ട ഇലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ കുറേ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്, പൊട്ടിപ്പോവരുതല്ലോ. നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ പൊട്ടിപ്പോയാൽ തീർന്നില്ല പണി. അതുകൊണ്ട് കുറേ സ്റ്റിച്ച് ഞാൻ ആ ഒരു ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇലാസ്റ്റിക് ഒന്ന് അടിച്ച് റെഡിയാക്കി ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഓപ്പണായിട്ട് കിടന്ന പോർഷനും കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പരിപാടി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടോപ്പ് ഇതാണ്. പാൻറ്റ് വരുമ്പോഴത്തേക്കിന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇത് ഞാൻ പരാഗിയിൽ നിന്ന് എടുത്ത മെറ്റീരിയലാണ്. എങ്ങനെയുണ്ട് ഈ ഒരു ടോപ്പ്? പിന്നെ ഞാൻ ഈ ടോപ്പിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ പുറകാലം അപ്ലോഡ് ചെയ്യാം. അത് ഞാൻ സ്ക്വയറേൽ സ്കാലപ്പ് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ നെക്കിൻ്റെ അത് കുറേ അപാകതകളൊക്കെ വന്നിട്ടുണ്ട്. എനിവേ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പറയാം എന്താണ് ഇതിൻ്റെ അത് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ടോപ്പും ഈ ഒരു പാൻറ്റും, അതേപോലെ ഈ കളർ എങ്ങനെയുണ്ട്? എനിക്ക് പേഴ്സണലി ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഒരു കളർ ഒന്നാമത്തെ കാര്യം ഇല്ലായിരുന്നു. അപ്പോൾ അതിനോടത്ത് എനിക്ക് ഒരു വെറൈറ്റി കളർ എന്ന രീതിയിൽ എനിക്കും ഫീൽ ചെയ്ത് എങ്ങനെയുണ്ട് ഈ ഒരു കളർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും